നമ്മൾ നോക്കുന്നത് വൊക്കാബുലറി ആണ്. വൊക്കാബുലറിയില് 50 വൊക്കാബുലറി ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതില് മിക്സഡ് ആയിട്ടാണ് പറയുന്നത്. 10 വൊക്കാബുലറി വെച്ചിട്ടാണ് പഠിക്കുന്നത്. അതില് ആദ്യത്തേത് വൺ വേർഡ് ആണ് പഠിക്കുന്നത്. നോക്കി, അതിൽ വൺ വേർഡില് നമ്മൾ ഭരണവുമായി ബന്ധപ്പെട്ട വൺ വേർഡ്സ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യം നോക്കിയേ, എ ഗവൺമെന്റ് ബൈ എ സിംഗിൾ പേഴ്സൺ പറയുന്ന പേരാണ് ഓട്ടോക്രസി. ഒരാൾ ഭരിക്കുന്നതിന് പറയുന്ന പേര് ഓട്ടോക്രസി. എ ഗവൺമെന്റ് ബൈ എ സിംഗിൾ പേഴ്സൺ, ഓട്ടോക്രസി. എന്നാൽ എ ഗവൺമെന്റ് ബൈ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ ഒളിഗാർക്കി എന്നാണ് പറയുന്നത്. ഒളിഗാർക്കി. എ ഗവൺമെന്റ് ബൈ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആൾക്കാർ ഭരിക്കുന്നതിന് പറയുന്ന പേരാണ് ഒളിഗാർക്കി. എന്നാൽ എ ഗവൺമെന്റ് ബൈ എ നോബിൾ പേഴ്സൺ ആണെങ്കിൽ അരിസ്റ്റോക്രസി എന്നാണ് പറയുന്നത്. എ ഗവൺമെന്റ് ബൈ എ നോബിൾ പേഴ്സൺ, അരിസ്റ്റോക്രസി. മൂന്നെണ്ണം പറഞ്ഞേ, ഓട്ടോക്രസി, സിംഗിൾ പേഴ്സൺ, സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ ഒളിഗാർക്കി, അരിസ്റ്റോക്രസി, നോബിൾ പേഴ്സൺ. അതേപോലെ ഒഫീഷ്യൽസ് ആണെങ്കിൽ എ ഗവൺമെന്റ് ബൈ ഒഫീഷ്യൽസ്, ഭരണവർഗങ്ങളുടെ ഭരണത്തിന് പറയുന്ന പേരാണ് ബ്യൂറോക്രസി. സ്പെല്ലിംഗ് കറക്ഷൻ ചോദിച്ചിട്ടുള്ളതാണ് ബ്യൂറോക്രസി. ഗവൺമെന്റ് ബൈ ഒഫീഷ്യൽസ് ആണെങ്കിൽ ബ്യൂറോക്രസി. എന്നാൽ എ ഗവൺമെന്റ് ബൈ ഓൾഡ് പീപ്പിൾ ആണെങ്കിലോ ജെറണ്ടോക്രസി എന്നാണ് പറയുന്നത്. എ ഗവൺമെന്റ് ബൈ ഓൾഡ് പീപ്പിൾ ആണെങ്കിൽ ജെറണ്ടോക്രസി. പറഞ്ഞേ, ഓട്ടോക്രസി, സിംഗിൾ പേഴ്സൺ, ഒലിഗ്രസി, ഒലിഗാർക്കി, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അരിസ്റ്റോക്രസി, നോബിൾ പേഴ്സൺ, ബ്യൂറോക്രസി, ഒഫീഷ്യൽസ്. ഓൾഡ് പീപ്പിൾ ആണെങ്കിൽ ജെറണ്ടോക്രസി. എ ഗവൺമെന്റ് ബൈ പ്രീസ്റ്റ് ആണെങ്കിൽ പുരോഹിതന്മാർ ഭരിക്കുന്നതിന് പറയുന്ന പേരാണ് തിയോക്രസി. നമ്മൾ തിയോമാനിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ആ മതഭ്രാന്തൻ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് തിയോമാനിയ. അതേപോലെ തിയോഫോ എന്ത് ചെയ്യുന്നു, തീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസിക്ക് പറയുന്ന പേരാണ് തീസ്റ്റ്. അപ്പൊ തീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മതങ്ങളാണെന്ന് ഓർത്താം. ഓക്കെ, അപ്പൊ തിയോക്രസിയാണ്. പ്രീസ്റ്റ് ഭരിക്കുന്നതിന് പറയുന്ന പേര് തിയോക്രസി. എന്നാലേ ഗവൺമെന്റ് ബൈ ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ എന്ത് ചെയ്യുന്നത്, അതായത് നമ്മൾ ജനാധിപത്യ ഭരണത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഡെമോക്രസി. ഡെമോക്രസി, എ ഗവൺമെന്റ് ബൈ ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ. എന്ത് ചെയ്യുന്നു, ജനപ്രതിനിധികളുടെ ഭരണത്തിന് പറയുന്ന പേരാണ് ഡെമോക്രസി. എന്നാൽ റിച്ച് പീപ്പിളിന്റെ ഭരണത്തിന് പറയുന്ന പേരാണ് പ്ലൂട്ടോക്രസി. എ ഗവൺമെന്റ് ബൈ റിച്ച് പീപ്പിൾ ആണെങ്കിൽ പ്ലൂട്ടോക്രസി. ഓക്കെ, അനാർക്കി ഉണ്ട്. അനാർക്കി എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ്, ഭരണമില്ലാത്ത അവസ്ഥ. ഗവൺമെന്റ് ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഭരണം പറയുന്ന പേരാണ് അനാർക്കി, അരാജകത്വം. എ ഗവൺമെന്റ് ബൈ കറപ്റ്റഡ് ലീഡേഴ്സ് ആണെങ്കിൽ കറപ്റ്റഡ് ലീഡേഴ്സ് ഉള്ള ഭരണത്തിന് പറയുന്ന പേരാണ് ക്ലെപ്റ്റോക്രസി. എന്ന് പറയുന്നു ക്ലെപ്റ്റോക്രസി. അപ്പൊ ക്ലെപ്റ്റോക്രസി, ഗവൺമെന്റ് ബൈ കറപ്റ്റഡ് ലീഡേഴ്സ്. നോ ഗവൺമെന്റ് ആണെങ്കിൽ അനാർക്കി. റിച്ച് പീപ്പിളിന്റെ ഭരണമാണെങ്കിൽ പ്ലൂട്ടോക്രസി. അതുപോലെ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദി പീപ്പിൾ ആണെങ്കിൽ ഡെമോക്രസി. പ്രീസ്റ്റിന്റെ ഭരണത്തിന് പറയുന്ന പേര് തിയോക്രസി. ഓൾഡ് പീപ്പിൾ ആണെങ്കിൽ ജെറണ്ടോക്രസി. ഒഫീഷ്യൽസ് ആണെങ്കിൽ ബ്യൂറോക്രസി. നോബിൾ പേഴ്സൺസ് ആണെങ്കിൽ അരിസ്റ്റോക്രസി. ഒളിഗാർക്കി ആണെങ്കിൽ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ അരിസ്റ്റോക്രസി, ഓട്ടോക്രസി. ഓട്ടോക്രസി, സിംഗിൾ പീപ്പിൾ എന്ന് പറയാം. ഓക്കെ, അപ്പം എത്ര വാക്ക് പഠിച്ചു നമ്മള്? 10 വൺ വേർഡ്. ഓക്കെ, അടുത്ത് നോക്കി, നമ്മള് കുറച്ച് സിനോണിംസ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാന പദങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒന്നാമത് നോക്കിയേ, അഡമന്റ്. അഡമന്റ് മീൻസ് നമ്മൾ അൺഈൽഡിങ്. അഡമന്റ് വളരെ സ്ട്രോങ് ഡിസിഷൻസ് ഒക്കെ നടത്തുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? അഡമന്റ് പേഴ്സൺസ് എന്ന് പറയാം. അഡമന്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്ന പേരാണ് അഡമന്റ് എന്ന് പറയും. അഡമന്റ് മീൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നും വഴങ്ങാത്ത ആൾക്കാർ. അഡമന്റ്, അൺഈൽഡിങ്, ഒന്നും വഴങ്ങാത്ത, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വഴങ്ങാത്ത തീരുമാനങ്ങൾ, ഒന്നിലും നമ്മൾ വ്യത്യാസം വരുത്താത്ത തീരുമാനമുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് അഡമന്റ്. അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ റിഫ്രൈൻ മീൻസ് തടസ്സം പിടിക്കുക എന്നാണ്. തടസ്സം വയ്ക്കുക. അബ്സ്റ്റെയിൻ മീൻസ് തടസ്സം എന്നാണ്. അതിന്റെ സിനോണിമാണ് റിഫ്രൈൻ, അബ്സ്റ്റെയിൻ. അപ്പോൾ ഒന്നാമത് അഡമന്റ് മീൻസ് അൺഈൽഡിങ് മീൻസ് വഴങ്ങാത്ത സ്വഭാവമുള്ള ആൾക്കാര്. അബ്സ്റ്റെയിൻ മീൻസ് റിഫ്രൈൻ എന്നാണ്. മൂന്നാമതാണ് അബ്ഹോർ മീൻസ് ഹേറ്റ്, വെറുക്കുക എന്നാണ്. അബ്ഹോർ ചെയ്യുക, ഹേറ്റ്. അടുത്തതാണ് അഡ്മിറേഷൻ, പ്രൈസ്. നമ്മൾ ഉയർത്തി പറയുക, പൊക്കി പറയുക എന്നൊക്കെ പറയലേ, ആരാധന എന്നൊക്കെ പറയലേ, അത് തന്നെയാണ് പ്രൈസ്, ആരാധന എന്നാണ് കേട്ടോ. അഡ്മിറേഷൻ, ആരാധന എന്ന അർത്ഥത്തിൽ പറയുന്നത്. അടുത്തത് പ്രൈസ്.
അലൂർ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ഷൻ, നമുക്ക് അലൂർ ചെയ്യുക, അട്രാക്ഷൻ കിട്ടുക, അതായത് ഒരു ആകർഷണം കിട്ടുക. അലൂറ്, അട്രാക്ഷൻ, ആകർഷണം. ഇനി അബണ്ടൻ മീൻസ് ലീവ് എന്നാണ്, വിട്ടുപോകുക എന്നാണ്. എന്നാൽ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ പ്ലെന്റി എന്നാണ്, ധാരാളം എന്നാണ്. അബണ്ടൻ, ലീവ്, വിട്ടുപോകുക. എന്നാൽ അബണ്ടൻസ് അതില്ല. അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെന്റി എന്നാണ്. അതും ചോദിച്ചിട്ടുണ്ട്. അക്യുമുലേറ്റ് ആണ് അടുത്ത വാക്ക്. അക്യുമുലേറ്റ് ചെയ്യുക, കളക്ട് ചെയ്യുക, ശേഖരിക്കുക എന്നാണ്. അക്യുമുലേറ്റ്, ശേഖരിക്കുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, ടു കളക്ട്. ഏലിയൻ അടുത്ത വാക്കാണ്. ഏലിയൻ മീൻസ് ഫോറിൻ, വിദേശി എന്ന അർത്ഥത്തിൽ പറയുന്നു. ഏലിയൻസ് വിദേശി, ഫോറിൻ എന്ന അർത്ഥത്തിൽ പറയുന്നു. അമിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി എന്നാണ്, എന്നാൽ സൗഹൃദപരമായിട്ടുള്ളത്. അമിക്കബിള്, ഫ്രണ്ട്ലി എന്നാണ്, സൗഹൃദപരമായിട്ടുള്ളത്. ഇനി അസിമിലേറ്റ് എന്ന് പറഞ്ഞാൽ അസിമിലേറ്റ് മീൻസ് അബ്സോർവ് ചെയ്യുക, അതായത് ഒപ്പിയെടുക്കുക എന്ന് പറയുന്നു. അബ്സോർവ്, അസിമിലേറ്റ്, അബ്സോർവ്. പറഞ്ഞേ അഡമന്റ്, അൺഈൽഡിങ്, വഴങ്ങാതിരിക്കുക, വഴങ്ങാതിരിക്കുക. ഇനി അബ്സ്റ്റെയിൻ, റിഫ്രൈൻ, തടസ്സം പിടിക്കുക, റിഫ്രൈൻ. ഈ റിഫ്രൈൻ എന്ന വാക്ക് കഴിഞ്ഞാൽ ഫ്രം എന്ന പ്രിപ്പോസിഷനാണ് ചേർക്കുന്നത് കേട്ടോ. അബ്ഹോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേറ്റ്, വെറുക്കുക എന്നാണ്. അബ്ഹോർ, ഹേറ്റ്. ഈ ഹേറ്റ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ ING, ജെറണ്ട് വരാം കേട്ടോ. അഡ്മിറേഷൻ എന്ന് പറഞ്ഞ പ്രൈസ്, ആരാധിക്കുക. അലൂർ, അട്രാക്ഷൻ. അബണ്ടൻ, ലീവ്. അക്യുമുലേറ്റ്, കളക്ട്. ഏലിയൻ, ഫോറിൻ. അമിക്കബിള്, ഫ്രണ്ട്ലി. അസിമിലേറ്റ് മീൻസ് അബ്സോർബ്. 10 സിനോണിംസ്. നമ്മൾ 10 എന്ത് വൺ വേർഡ് പഠിച്ചു, 10 സിനോണിംസ് പഠിച്ചു. ഓക്കെ, അടുത്ത് നോക്കി. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഫോറിൻ വേർഡ്സ് ആണ് കേട്ടോ. വിദേശ പദങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫോറിൻ വേർഡ്സ് ആണ് പഠിക്കുന്നത്, വിദേശ യൂസേജുകളാണ്. ഇഡിയംസും പഠിക്കാനുണ്ട്, ഫോറിൻ വേർഡ്സും പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ ഫോറിൻ വേർഡ്സ് ആണ് പഠിക്കുന്നത്. അലാമോർട്ട് ഒന്നാമതാണ്. അലാമോർട്ട്, അലാമോർട്ട് മീൻസ് ദി ഡെത്ത് എന്നാണ്. ടു ദ ഡെത്ത്, ടു ദ ഡെത്ത് എന്നാണ്. അലാമോർട്ട് മീൻസ് ടു ദ ഡെത്ത്. പറഞ്ഞേ അലാമോർട്ട്, ടു ദ ഡെത്ത്. എന്നാ അലാമോഡ് ആണെങ്കിൽ അലാമോഡ്, മോഡേൺ എന്ന് ഓർക്കണം കേട്ടോ. അലാമോഡ്, മോഡേൺ. മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ ഫാഷൻ ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഇൻ ഫാഷൻ. അലാമോഡ്, മോഡേൺ എന്ന് ഓർക്കുക, ഇൻ ഫാഷൻ. ഓക്കെ. ഔ റിവോർ, ഔ റിവോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ബൈ എന്നാണ് കേട്ടോ. ഔ റിവോർ മീൻസ് ഗുഡ് ബൈ. ഔ റിവോർ, റിവോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ബൈ എന്നാണ്. ഒന്നും കൂടെ പറഞ്ഞേ. അലാമോട്ട്, ടു ദ ഡെത്ത്. അലാമോഡ്, ഇൻ ഫാഷൻ. മോഡ്, മോഡേൺ എന്ന് ഓർക്കുക, ഇൻ ഫാഷൻ. ഔ റിവോർ, റിവോർ എന്ത് ഗുഡ് ബൈ എന്ന് പറയുന്നത്. അടുത്താണ് അലീബി. അലീബി മീൻസ് എൽസ്വെയർ എന്നാണ്. അലീബി മീൻസ് എൽസ്വെയർ. അലീബി, എൽസ്വെയർ എന്നാണ്. ഓക്കെ. ഇനി അല കാർട്ടെ ആണെങ്കിൽ അല കാർട്ടെ, അല കാർട്ടെ മീൻസ് സെലക്റ്റഡ് മീൽ ഫ്രം എ ലിസ്റ്റ്. അതായത് നമ്മൾ നമ്മുടെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ലിസ്റ്റിൽ നിന്ന് സാധനങ്ങൾ, ഭക്ഷണത്തിന്റെ ലിസ്റ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നില്ലേ, അതിനാണ് അലാ കാർട്ടെ എന്ന് പറയുന്നത്. അലാ കാർട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ മെനു കാർഡ് എന്നിട്ട് അലാ കാർട്ടെ എന്ന് പറഞ്ഞാൽ സെലക്ടഡ് മീൽ ഫ്രം ദ മെനു കാർഡ് എന്ന് പറയും കേട്ടോ. അലാ കാർട്ടെ, സെലക്ടഡ് മീൽ. അലാ കാർട്ടെ, സെലക്ടഡ് മീൽ. അജണ്ട അറിയാം, ഒരു പരിപാടിയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ അതായത് ഇന്ന പ്രോഗ്രാംസ് ഓർഡർ അനുസരിച്ച് ഓരോന്നും നടത്തണം, അതാണ് അജണ്ട. എ ലിസ്റ്റ് ഓഫ് മാറ്റേഴ്സ് ടു ബി ഡിസ്കസ്ഡ്, എന്തൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള മാറ്റേഴ്സിനെ ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു പരിപാടി, ഒരു പ്രോഗ്രാമിന്റെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര പ്രാർത്ഥന, അതിന്റെ വെൽക്കം സ്പീച്ച്, ഇങ്ങനെ പറയില്ലേ, ആ ലിസ്റ്റിനെയാണ് പറയുന്നത് അജണ്ട. ലിസ്റ്റ് ഓഫ് മാറ്റേഴ്സ് ടു ബി ഡിസ്കസ്ഡ്. ഔ ഫെയ്റ്റ്, ഔ ഫെയ്റ്റ് മീൻസ് ആൻ എക്സ്പേർട്ട് എന്നാണ്. ഔ ഫെയ്റ്റ് മീൻസ്, ഔ ഫെയ്റ്റ് മീൻസ് ആൻ എക്സ്പേർട്ട്, ഇതിനോട് കഴിവുള്ള ആൾക്കാരാണ്. ആബ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഓർക്കണം കേട്ടോ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ, ഫ്രം ദ ഒറിജിനൽ എന്നാണ്. ആബ് ഒറിജിൻ, ഫ്രം ദ ഒറിജിനൽ. ആബ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഒറിജിനൽ. ഓക്കെ. ആബ് ഇനിഷ്യോ, ഇനിഷ്യൽ ഓർക്കണം കേട്ടോ. ഇനിഷ്യോ, ഇനിഷ്യൽ എന്ന് ഓർക്കണം കേട്ടോ. ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ തുടക്കം, ഫ്രം ദ ബിഗിനിങ്. ആബ് ഒറിജിൻ, ഫ്രം ദ ബിഗിനിങ്. ആഡ് ലിബിട്ടം, ലിബിട്ടം ഓർക്കണം കേട്ടോ. ലിബിട്ടം, ലിബർട്ടി എന്ന് ഓർക്കുക. ലിബർട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും എന്ന് ഓർക്കുക. ലിബർട്ടി കിട്ടിയാൽ ഹാപ്പി ആവും. ആഡ് ലിബിട്ടം, ഹാപ്പിനെസ്. ആഡ് ലിബിട്ടം, ഹാപ്പിനെസ്. പറഞ്ഞ 10 വാക്കുകൾ. അലാമോട്ട്, ടു ദ ഡെത്ത്. അലാമോഡ്, ഇൻ ഫാഷൻ. ഔ റിവോർ, റിവോർ ഗുഡ് ബൈ. അലീബി, എൽസ്വെയർ. അലാ കാർട്ടെ, സെലക്ടഡ് മീൽ ഫ്രം ദ ലിസ്റ്റ്. അജണ്ട, a list of matters to be discussed. ഔ ഫെയ്റ്റ് an expert. Ab origin, from the origin. Ab initio, from the beginning. Ad libitum, happiness. Ad libitum, happiness. എത്ര വാക്ക്?
10 വാക്ക് ഇല്ലേ? 10 ഫോറിൻ വേർഡ്സ് ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ നമ്മൾ 10 വൺ വേർഡ് നോക്കി, 10 സിനോണിംസ് നോക്കി, 10 ഫോറിൻ വേർഡ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് അബ്രിവേഷൻസ് ആണ്. അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കെഴുത്തുകളാണ് പഠിക്കാൻ പോകുന്നത്. ചുരുക്കെഴുത്തുകളും അവയുടെ ഫുൾ ഫോമും. ഒന്നാമത് നോക്കിയേ, SMS. SMS എന്നാൽ ഷോർട്ട് മെസ്സേജ് സർവീസ്. പറഞ്ഞേ, SMS ഷോർട്ട് മെസ്സേജ് സർവീസ്. രണ്ടാമത്തത് MMS ആണ്. MMS മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ്. മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ്. ഒന്ന് പറഞ്ഞേ, SMS ഷോർട്ട് മെസ്സേജ് സർവീസ്, MMS മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ്. അടുത്താണ് സിം. നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന സിം. എന്താണ് അതിന്റെ ഫുൾ ഫോം? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. പറഞ്ഞേ, സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ, സിം. ഓക്കെ. OTT റിലീസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഓവർ ദ ടോപ്പ് എന്നാണ് കേട്ടോ. OTTയുടെ ഫുൾ ഫോം എന്താ? ഓവർ ദ ടോപ്പ്. OTT ഓവർ ദ ടോപ്പ്. എന്നാൽ EMIയുടെ ഫുൾ ഫോം എന്താ? നമ്മൾ ഫോണൊക്കെ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ EMI ഇട്ട് വാങ്ങാറുണ്ട്. എന്താണ് അതിന്റെ ഫുൾ ഫോം? ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. പറഞ്ഞേ, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. EMIയുടെ ഫുൾ ഫോം ആണ് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. അടുത്ത നോക്കിയേ, UPI ആണ് കേട്ടോ. UPI ആണ്, UPS അല്ല, UPI. UPI എന്ന് പറഞ്ഞാൽ എന്തോ? UPI അൺഇന്ററപ്റ്റഡ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. പറഞ്ഞേ, എന്തെന്ന് പറയാം? UPIയുടെ ഫുൾ ഫോം എന്താ? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. UPI ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. എന്നാൽ CVV, നമ്മൾ ATM കാർഡൊക്കെ എടുക്കുമ്പോഴേ അതിന്റെ ബാക്കിൽ CVV നമ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. CVVയുടെ ഫുൾ ഫോം എന്താ? കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ. എന്താണ്? കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ. CVV, കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ. അടുത്ത നമ്മൾ ഫോണിലേക്ക് GIF ഫയൽ അയക്കാറുണ്ടല്ലോ. എന്താണ് അതിന്റെ ഫുൾ ഫോം? ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. അതെന്ന് പറയുന്നു ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്, GIF, ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. അടുത്ത നമ്മൾ പാസ്ബുക്ക് ഒക്കെ എടുക്കുമ്പം അതിൽ IFSC കോഡ് ഉണ്ടല്ലോ. IFSCയുടെ ഫുൾ ഫോം എന്താ? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. IFSC, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. ലാസ്റ്റ് ATM. നമ്മളെല്ലാവരും ATM ഉപയോഗിക്കുന്നവരാണ്. ATMന്റെ ഫുൾ ഫോം എന്താ? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ATM ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. പറഞ്ഞേ, SMS ഷോർട്ട് മെസ്സേജ് സർവീസ്, MMS മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ്, സിം സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ, OTT ഓവർ ദ ടോപ്പ്, EMI ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്, UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, CVV കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ, GIF ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്, IFSC ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്, ATM ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഓക്കെ ആണല്ലോ? 10 അബ്രിവേഷൻസ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കുറച്ച് കളക്റ്റീവ് നൗൺസ് ആണ്. നൗണുകളുടെ കൂട്ടങ്ങൾക്ക് പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ കേട്ടോ. നൗണുകളുടെ കൂട്ടങ്ങൾക്ക് പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ. നോക്കിയേ, ഓഡിയൻസ് ഓഫ് ലിസണേഴ്സ്. ലിസണേഴ്സിന്റെ കളക്റ്റീവ് നൗൺ ആണ് ഓഡിയൻസ്. നിങ്ങൾ ഓർത്താൽ മതി, ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ നല്ല ലിസണേഴ്സ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ആരായിരിക്കും? ലിസണേഴ്സ് ആയിരിക്കും. കേൾക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഓഡിയൻസ് ഓഫ് ലിസണേഴ്സ്. രണ്ടാമതാണ് ബ്രൂഡ്. നിങ്ങൾ ബ്രോയിലർ നോക്കുക. ബ്രോയിലർ എന്ന് ഓർക്കുക. ബ്രോയിലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? ഹെന്ന്, ചിക്കൻ, ടർക്കി എന്നാണ് കോഴി വർഗത്തിൽപ്പെട്ട സാധനങ്ങൾ. ബ്രൂഡ് ഓഫ് ഹെന്ന്, ചിക്കൻ, ടർക്കി. ബ്രൂഡ്, ഹെന്ന്, ചിക്കൻ, ടർക്കി. ഇനി ബണ്ടിലാണെങ്കിലോ ബണ്ടിൽ ഓഫ് ഹേ. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വക്യൂലിന്റെ കൂട്ടത്തിന് പറയുന്ന പേര് ബണ്ടിൽ എന്നാണ്. സ്റ്റിക്കിന്റെ കൂട്ടത്തിനും ബണ്ടിൽ എന്നാണ്. ബണ്ടിൽ ഓഫ് ഹേ ആൻഡ് സ്റ്റിക്ക്. ബണ്ടിൽ ഓഫ് ഹേ ആൻഡ് സ്റ്റിക്ക്. ഇനി പള്ളിയിൽ കൊയർ പാടാൻ പോണ ആരാണ് വീട്ടിലെ? സിംഗേഴ്സ് ആണ് കേട്ടോ. കൊയർ ഓഫ് സിംഗേഴ്സ്. പള്ളിയിൽ കൊയർ പാടാൻ പോകുന്നത് സിംഗേഴ്സ് ആണ്. കൊയർ ഓഫ് സിംഗേഴ്സ്. ഓഡിയൻസ് ഓഫ് ലിസണേഴ്സ്, ബ്രൂഡ് ഓഫ് ഹെന്ന്, ചിക്കൻ, ടർക്കി, ബണ്ടിൽ ഓഫ് ഹേ, സ്റ്റിക്സ്. കൊയർ പാടാൻ പോകുന്ന സിംഗേഴ്സ് ആണ്. കൊയർ ഓഫ് സിംഗേഴ്സ്. ഈ പുറ്റിലല്ലേ പാമ്പിരിക്കുന്നത്? പിറ്റ് ഓഫ് സ്റ്റാൻഡ്, പിറ്റ് ഓഫ് സ്നേക്ക്. അല്ലെങ്കിൽ അടിച്ച് പിറ്റായ പാമ്പ്. അടിച്ച് പിറ്റായി പാമ്പ് പോകുന്നു എന്ന് പറയില്ലേ നമ്മള്? അടിച്ച് പിറ്റായി പാമ്പ് പോകുന്നു. മനുഷ്യരൊക്കെ പറയാറില്ലേ? പിറ്റ് ഓഫ് സ്നേക്ക്, പിറ്റ് ഓഫ് സ്നേക്ക്. അടുത്ത ആരോയുടെ കളക്ടീവാണ് ക്വൈവർ ഓഫ് ആരോസ്. ക്വൈവർ ഓഫ് ആരോസ് പഠിച്ചു വെച്ചോണം. ക്വൈവർ ഓഫ് ആരോസ് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ക്വൈവർ ഓഫ് ആരോസ്. വാർഡിൽ നമ്മൾ വയ്യാണ്ട് ആശുപത്രി വാർഡിൽ കിടന്നു കഴിഞ്ഞാൽ പൈസ ഉപയോഗിച്ച് ബില്ല് അടച്ചാലേ അവർ വിടുള്ളൂ
വിടുള്ളൂ കേട്ടോ. വാർഡിൽ കിടക്കുന്ന ആൾക്കാർ പൈസ ഉപയോഗിച്ച് ബില്ല് അടയ്ക്കണം, എങ്കിലേ വിടുള്ളൂ. അപ്പോൾ വാർഡ് WAD ആണ്, വാർഡ് ഓഫ് ബില്ല് മണി, വാർഡ് ഓഫ് മണി ബില്ല്, വാർഡ് ഓഫ് മണി ബില്ല് മറക്കല്ലേ, വാർഡ് ഓഫ് മണി ബില്ല്. എങ്ങനെ പഠിക്കാം? വാർഡിൽ കിടക്കുന്ന ആൾക്കാർ പൈസ ഉപയോഗിച്ച് ബില്ല് അടയ്ക്കണം, വാർഡിൽ കിടക്കുന്ന ആൾക്കാർ പൈസ ഉപയോഗിച്ച് ബില്ല് അടയ്ക്കണം, വാർഡ് ഓഫ് മണി ബില്ല്. അടുത്താണ് ടൈഗറിന്റെ കളക്ടറാണ് സ്ലോത്ത്, സ്ലോത്ത് ഓഫ് ടൈഗേഴ്സ് കേട്ടോ. ടൈഗറിന്റെ കളക്ടറാണ് സ്ലോത്ത് ഓഫ് ടൈഗേഴ്സ്. എന്നാൽ ലെപ്പേർഡ് ആണെങ്കിൽ ലീപ്പാണ് കേട്ടോ, ലീപ്പ് ഓഫ് ലെപ്പേർഡ് എന്നാണ് പറയുന്നത് കേട്ടോ, ലീപ്പ് ഓഫ് ലെപ്പേർഡ്. എന്നാൽ ലയൺ ആണെങ്കിൽ ലയണിന്റെ പ്രൈഡ് ആണ് കേട്ടോ, പ്രൈഡ് ഓഫ് ലയൺ എന്ന് പറയും കേട്ടോ, പ്രൈഡ് ഓഫ് ലയൺ. നമ്മളിവിടെ പഠിച്ചത് സ്ലോത്ത്, സ്ലോത്ത് ഓഫ് ടൈഗേഴ്സ് കേട്ടോ. ഇനി സ്ക്വാഡ്, സ്ക്വാഡ് ഓഫ് സോൾജേഴ്സ്, സ്ക്വാഡ് ഓഫ് സോൾജേഴ്സ്, സോൾജേഴ്സിന്റെ കളക്റ്റീവാണ് സ്ക്വാഡ് കേട്ടോ, സ്ക്വാഡ് ഓഫ് സോൾജേഴ്സ്. സോൾജേഴ്സിന് വേറെ ഉണ്ട്, ആർമി ഓഫ് സോൾജേഴ്സ് എന്ന് പറയാം, അതേപോലെ പ്ലട്ടൂൺ ഓഫ് സോൾജേഴ്സ് എന്ന് പറയാം, അതുപോലെ പ്ലട്ടൂൺ ഓഫ് സോൾജേഴ്സ് എന്ന് പറയാം, റെജിമെന്റ് ഓഫ് സോൾജേഴ്സ് എന്നും പറയാം. ആർമി ഓഫ് സോൾജേഴ്സ്, പ്ലട്ടൂൺ ഓഫ് സോൾജേഴ്സ്, റെജിമെന്റ് ഓഫ് സോൾജേഴ്സ്. അടുത്ത വെയിൽസിന്റെ കളക്ടറാണ് പോഡ്, പോഡ് ഓഫ് വെയിൽസ് കേട്ടോ, പോഡ് ഓഫ് വെയിൽസ്. എന്ത് ചെയ്യുന്നൂടെ മതി, വെയിലിന്റെ കളക്ടറാണ് പോഡ്, പോഡ് ഓഫ് വെയിൽസ്. പറഞ്ഞേ ഓഡിയൻസ്, ഓഡിയൻസ് ഓഫ് ലിസണേഴ്സ്, ബ്രൂഡ് ഓഫ് ഹെന്ന്, ചിക്കൻ, ടർക്കി, ബണ്ടിൽ ഓഫ് ഹേ അല്ലെങ്കിൽ സ്റ്റിക്സ്, ക്വയർ ഓഫ് സിംഗേഴ്സ്, പിറ്റ് ഓഫ് സ്നേക്സ്, ക്വൈവർ ഓഫ് ആരോസ്, വാർഡ് ഓഫ് ബില്ല് മണി, സ്ലോത്ത് ഓഫ് ടൈഗേഴ്സ് ടൈഗേഴ്സ്, സ്ക്വാഡ് ഓഫ് സോൾജേഴ്സ്, പോഡ് ഓഫ് വെയിൽസ്. 50 വൊക്കാബുലറിയും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നോക്കിയത്. ഓക്കെ ആണല്ലോ? എല്ലാവരും നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക.